സഖാവേ, നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്കാണല്ലോ. നമ്മുടെ പ്രവർത്തകരെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവർത്തകരോട് സഖാവിന് എന്താ പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ പ്രവർത്തകർ വളരെ ജാഗ്രതയോടുകൂടി അണിനിരക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ സാമ്രാജ്യത്വ അധിനിവേശം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയം ദുർബലപ്പെട്ടാൽ അത് ലോകം എന്താണ് അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് 91 സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് ശേഷം ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. സോഷ്യലിസ്റ്റ് ശാശ്വതയ്ക്ക് പകരമായി മുതലാളിത്തമാണ് ബദലെന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് മനുഷ്യ സമൂഹം തിരിച്ചറിഞ്ഞത് 19 കോവിഡ് എന്ന മഹാമാരിയോട് കൂടിയാണ്. അതിനോട് തിരിച്ചറിഞ്ഞതിനോട് കൂടിയാണ് ആളുകൾ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് വീണ്ടും ജനങ്ങൾ അണിനിരന്നു. ആ സോഷ്യലിസ്റ്റ് ചേരിയുടെ പ്രത്യക്ഷമായ പ്രയോഗമാണ് പിണറായി സർക്കാർ 2019 കോവിഡിൽ കേരളത്തിൽ നടപ്പാക്കിയത്. ഇന്ത്യ രാജ്യത്തെ ഭരണകൂടവും ലോക മുതലാളിത്ത ഭരണകൂടവും പകച്ചു നിൽക്കുമ്പോൾ ഒരു മനുഷ്യ സമൂഹത്തെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് നേർസാക്ഷിയായി വരച്ചു കാട്ടിയതാണ് 2019 കോവിഡ് എന്ന മഹാമാരി. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അനുഭവങ്ങളെല്ലാം തിരിച്ചു വരാം. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇപ്പം കേരളീയ സമൂഹം ഭയപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലനം ഇപ്പോഴും നിലനിന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് മാനവരാശി നിലനിൽക്കണമെങ്കിൽ, വിശേഷിച്ചാൽ കേരളീയ സമൂഹം തന്നെ നിലനിൽക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഇടതുപക്ഷക്കാരും, പ്രത്യേകിച്ച് CPM പ്രവർത്തകന്മാർ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ അണിനിരക്കേണ്ടതാണ്. ഏതൊരു കാലഘട്ടത്തിൽ വിരുത്തിരിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ 2 കോടി ജനങ്ങൾ ജീവത്യാഗം ചെയ്താണ് സോവിയറ്റ് യൂണിയൻ തൊഴിലാളികൾക്ക് അധികാരം ഏറ്റെടുത്തത്. ആ അധികാരം ഏറ്റെടുത്തപ്പോഴാണ് മുതലാളിത്തത്തിന് ബദലുണ്ട് എന്ന് മാനവിക സമൂഹം തിരിച്ചറിഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം, വിശേഷിച്ചാൽ CPMൻ്റെ ബദൽ നയം, ഇടതുപക്ഷ ജനാധിപത്യത്തിന് ബദൽ നയം നടത്തുന്ന ഒരു സമരായുധമാണ്. എന്താണ് ഇടതുപക്ഷ ബദൽ എന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തെ ഏക ഗവൺമെൻറ്റാണ് കേരളത്തിൽ. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ജീവത്യാഗപരമായ പ്രവർത്തനം നടത്തുന്ന സഖാക്കൾ, അതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം നമ്മുടെ അനശ്വരരായ രക്തസാക്ഷികൾ അവരെന്തിനാണ് ജീവത്യാഗം ചെയ്തത്? അവരാരും സ്വന്തമായി ഒന്നും നേടുന്നതിന് വേണ്ടിയല്ല. ആ ജീവത്യാഗം ചെയ്തിട്ടുള്ള ആ സഖാക്കളോട് തന്നെ, ആ രക്തസാക്ഷിത്വത്തിനോട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരായി നമുക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ട് എന്ന് സ്വന്തം മനസ്സിൽ ഉണ്ടെങ്കിൽ ആ രക്തസാക്ഷികളുടെ മഹത്തരം ഉൾപ്പെടെ സംരക്ഷിക്കാൻ, അവരുടെ ലക്ഷ്യം പൂർവ്വം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന പ്രവർത്തനത്തിലാണ് ധീരന്മാർക്ക് രക്തസാക്ഷികളാകാൻ കഴിയുള്ളൂ. ആ ധീരന്മാരുടെ രക്തസാക്ഷിത്വത്തിൽ അവർ നടത്തിയത് പോലുള്ള ഒരു ജീവത്യാഗപരമായ പ്രവർത്തനത്തിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ട് എല്ലാം മറന്ന് ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഭരണ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതൊരു പാർട്ടി സഖാവിൻ്റെയും പ്രഥമ കടമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ സഖാവേ, നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കൃത്യം 4 മണിക്ക്. നമ്മൾ 5 മണിയായപ്പോഴേക്കും നമ്മുടെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി 86 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നമ്മുടെ ഈ 5 മണ്ഡലത്തിലെ വിജയസാധ്യത എങ്ങനെയാവുന്നതാണ് സഖാവ്? നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്ലാൻ ചെയ്തതനുസരിച്ച്, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ പ്ലാൻ ചെയ്തതനുസരിച്ച് അതിൽ നിന്ന് കൃത്യമായ എല്ലാവിധമായ സംഘടനാ തയ്യാറെടുപ്പും ഇടുക്കി ജില്ലയിൽ സജ്ജമാക്കിയാണ്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസമില്ല. 2, പാർട്ടിയെ അടിമുടി സജ്ജമാക്കി നിർത്താൻ വേണ്ടി കഴിഞ്ഞു. സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് LDF സജീവമാവാൻ വേണ്ടി ആലോചിക്കുന്നതെങ്കിൽ വളരെ മുൻകൂട്ടി കണ്ട് LDFൻ്റെ സംഘടനാ സംവിധാനം ബൂത്ത് തലത്തിൽ വരെ, അത് പ്രധാനമായി അതിന് നമുക്ക് പ്രചോദനമായത് LDFൻ്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ 1076 ബൂത്തിൽ ഏതാനും ബൂത്തുകൾ ഒഴിച്ച് LDFൻ്റെ ഏകോപനം ബൂത്ത് തലത്തിൽ വരെയായി.
ഇനി ഒരു പ്രദേശത്തും പോയി LDF-നകത്ത് ഘടകകക്ഷികളെ സജ്ജമാക്കണം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് സംഘടനാപരമായി നമ്മൾ സജ്ജമായി. 2, ഈ ഗവൺമെൻറ്റിനെതിരായി UDF നടത്തിക്കൊണ്ടിരുന്ന എല്ലാ അപവാദ പ്രചരണങ്ങളെയും, നുണപ്രചരണങ്ങളാണല്ലോ, നുണപ്രചരണം, അതിനെല്ലാം തകർത്തെറിഞ്ഞു. കാരണം വികസനത്തിനകത്ത് ഇപ്പം UDF വളരെ ബോധപൂർവ്വം നടത്തിയ പ്രചരണം. ഉടുമ്പൻചോല വികസനം നടന്നു, ഇടുക്കിയില്ല. ഉടുമ്പൻചോലയുടെ വികസനം നമ്മൾ എടുക്കേണ്ട എവിടെയാണ്? ഇടുക്കി ജില്ലയുടെ വികസനം എങ്ങനെ ചെയ്യേണ്ടത്? 2018 പ്രളയം നമ്മുടെ ജില്ലയെ നാമവിശേഷമാക്കിയതാണ്. അതെ, നാമവിശേഷമാക്കി. അന്ന് രമ്യ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ നേരിട്ട് അനുഭവിച്ചു. നമ്മൾ പ്രളയത്തെ വായിച്ചറിഞ്ഞ് നമ്മൾക്ക് അനുഭവവേദ്യമായി. എങ്ങനെയാണ് ഇതെങ്ങനെ നേരിടുന്നു പറഞ്ഞു. ചെന്ന് ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് വീണ്ടും മണ്ണിടിഞ്ഞ് വീണ്ടും ആൾ മരിക്കുക. എല്ലാ റോഡുകളും തകർന്നു പോയി. പാലങ്ങൾ തകർന്നു, റോഡ് തകർന്നു, വീടുകൾ തകർന്നു, എല്ലാം നശിച്ചു. ആ സർവനാശത്തിലേക്ക് എല്ലാ വിഭാഗവും നഷ്ടപ്പെട്ടു. ഇന്നതിൻ്റെ ഒരു തിരുശേഷിപ്പുകളും ഒരു അവശിഷ്ടമില്ലാതെ ഇടുക്കി ജില്ലയിൽ നടത്തി. അതിനുശേഷം വന്നിട്ടുള്ള ഇടുക്കി, അതിന് പിണറായി സർക്കാർ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചല്ലോ. സത്യം. ഒറ്റയാൾക്ക് വീട് ലഭിക്കാത്ത സ്ഥിതിയില്ല, എല്ലാവർക്കും വീട് കൊടുത്തു, ഒരു വാസയോഗ്യ വീട് കൊടുത്തു. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് ചെയ്തൊരു പണിയുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വീട് ഉണ്ടായി കൊടുത്തില്ല. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി പ്ലാൻ ചെയ്തതനുസരിച്ച് 185 വീട് ഈ ജില്ലയിൽ CPM ഉണ്ടാക്കി കൊടുത്തു. അല്ല സാർ, അതിനകത്തല്ലേ ഇവർ ഈ 1000 വീടിന്റെ 1000 വീട് അത് നടത്തിയില്ല. പിന്നെ പ്രത്യേകത എന്നാ, റോഡുകളെല്ലാം നിലവാരമുള്ള റോഡുകളാക്കി. 12,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് പാക്കേജ് എന്ന് പറയുമ്പോൾ ആ 12,000 കോടി രൂപ 3,800 കോടി രൂപ തകർന്നു പോയ റോഡിന് കൊടുത്തു. അതിനുശേഷം റോഡുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഇടുക്കി ജില്ലയെ ഒരു നവ ഇടുക്കിയായി രൂപപ്പെടുത്തി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് വികസന രംഗത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ആർക്കും എല്ലാവരും സാക്ഷിയാവുള്ളൂ. അപ്പോൾ ഉടുമ്പൻചോല വന്നു, നിലവാരം വന്നു. ഓരോ വീടുകളിലും ഓരോ വികസനം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോരുത്തരുടെ വീട് മുറ്റത്ത് വികസനം എത്തി. ഗ്രാമീണ റോഡുകൾ മുഴുവൻ നന്നായി. ദേശീയപാത നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. എല്ലാ നിലപാടും ശരി. ഇതിനകത്തൊരു കാഴ്ചപ്പാട് നമ്മൾ കാണേണ്ടത്, മുണ്ടക്കൈ ദുരന്തം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് സമാനമായ ഇടുക്കി ജില്ലയിൽ നടത്തി. കാരണം അടിമാലിയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും 10 ലക്ഷം രൂപ വെച്ച് സർക്കാർ കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ 10,000 രൂപ വീടുണ്ടാക്കുന്നവരെ അവിടെ വാടക സർക്കാർ കൊടുക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു പുതിയ അനുഭവമല്ലേ? അവർക്കെല്ലാം 10 ലക്ഷം രൂപ. വളരെ കൃത്യമായി ക്യാബിനറ്റിൻ്റെ തീരുമാനം എത്ര ശരിയാണെന്നറിയോ? എത്രയോ സൂക്ഷ്മതയോടെയാണ്. 10 ലക്ഷം രൂപയിൽ കുറച്ചാണ് അവർക്ക് ഇൻഷുറൻസ് കാശ് കിട്ടുന്നതെങ്കിൽ ഈ 10 ലക്ഷം രൂപയെ അവർക്ക് വിനിയോഗിക്കാം. 10 ലക്ഷം രൂപയിൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ആ പണം അവർക്ക് വിനിയോഗിക്കാം. മനസ്സിലായില്ലേ? അതൊന്നും സർക്കാർ തിരിച്ചു മേടിക്കുന്നതല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി നിലപാടെടുത്തു. എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 28 വീടുകൾ തകർന്നു പോയവരെ സംരക്ഷിക്കുക. അതൊരു ഗവൺമെൻറ് ജനപക്ഷ നിലപാടാണ്. എല്ലായിടത്തേക്കും ആളുകളുടെ ഇടയിലേക്ക്. അതിനകത്ത് പ്രശ്നം എന്താ? അവിടെ ഒരു കുട്ടി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ചില വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഞാനവിടെ പോയതാണല്ലോ, കണ്ടു. അവർക്ക് കൊടുത്തു, അവർക്കെല്ലാം പൈസ കിട്ടി. പക്ഷേ എന്താ, ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രചരിപ്പിക്കാരെന്നുള്ള പ്രശ്നം. അത് നമ്മുടെ സഖാക്കളുടെ പ്രശ്നം എന്താ? പ്രചരിപ്പിക്കില്ല. നമ്മുടെ സോഷ്യൽ മീഡിയക്കാരും നമ്മുടെ ഒരുപാട് പ്രചരണ പദ്ധതി ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ ഒരു അതിനെക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരോട് എനിക്കും പ്രശ്നമുണ്ട്. നിങ്ങളുടെ എടുത്തിട്ട് ആ കുട്ടിയുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് അതിൻ്റെ 2ൻ്റെയും കൂടെ എടുക്കണം. ഗവൺമെൻറ് പറഞ്ഞ് വാക്ക് പാലിച്ചു. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ പ്രചരണപരമായി നമ്മുടെ പ്രശ്നമുള്ള എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ സഖാക്കൾ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഊന്നണ്ടെന്നുള്ളത് നമ്മുടെ സഖാക്കൾ മോശക്കാരല്ല. പ്രചരണ രംഗത്തൊക്കെ നമ്മുടെ സഖാക്കൾ ഭയങ്കരമായ ത്യാഗം ചെയ്യുന്നു. പക്ഷെ എവിടെയാണ് ഊന്നണ്ടെന്നുള്ളത് ഊന്നുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് കുറേ കൂടെ പ്രചരണപരമായി നമ്മൾ വന്നാൽ കുറേ കൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും. പിന്നെയുള്ള സാറേ, നമ്മുടെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളൊരു പുതിയ വിവാദം, മണിസഖാവിനെയും ജയേന്ദ്ര സാഹിനെയും 2 ചേരിയാക്കി നിർത്തിക്കൊണ്ട് ഇപ്പോൾ BJP-യും UDF-ഉം ഏറ്റവും കൂടുതൽ പ്രചരണം നൽകുന്നത്, UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നുണപ്രചരണം കൊടുക്കുന്നതും നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് ഇതിങ്ങനെ കൂടുതലായിട്ട് 2ആയിട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഹാക്കളോട് സഹാവിനോട് ആ കാര്യത്തിൽ പറയാനുള്ളത് അല്ല, അതെന്താണെന്നറിയോ,
അനുഭവങ്ങളുള്ള നമ്മുടെ പാർട്ടിക്കകത്ത് 91-ന് ശേഷമൊക്കെ വന്നിട്ടുള്ള സഹകളാണ്. ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും എന്താ നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? ഈ രണ്ട് സഖാക്കളും ഈ ജില്ലയിലെ ഭരണപ്രജ്ഞരായ നേതാക്കന്മാർ. ഞങ്ങളെപ്പോലുള്ളവർ മൂന്നാം തലമുറയാണ്. ഒന്നാം തലമുറ ഇവിടെ വന്ന് സഖാവ് TKയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ളവരൊന്ന് പ്രവർത്തിച്ചു. ഇടുക്കി ജില്ലയിലെ പാർട്ടി സംഘടിപ്പിക്കാൻ വന്ന സഖാവ് KKC. ആ KKCയിലൂടെ സംഘടനാ ഓർഗനൈസേഷൻ എങ്ങനെയാണ് സംഘാടനം എന്ന് സംബന്ധിച്ച് പഠിച്ചവരാണ് ജയചന്ദ്രൻ സഖാവ് മണിയാശാൻ. ഈ രണ്ടാളുകളെയും CPMൻ്റെ ഭരണപ്രജ്ഞരായ രണ്ട് നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞല്ലോ. രണ്ടുപേരും ഒരുപാട് ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. മണിയാശാനെ ഇപ്പം ഈ മണിയാശാൻ മെച്ചമാണെന്ന് പറയുന്നവർ കേവലമായ 4 വാക്കിൻ്റെ പിടിച്ച് 85 ദിവസം ഈ ജില്ലയിൽ നിന്ന് നാട് കടത്തി. അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി MLA ആയിരുന്നു ജയചന്ദ്രൻ സഖാവ്. ജയചന്ദ്രൻ സഖാവ് ജില്ലയിലെ പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്തു. ഞങ്ങളെല്ലാം അന്നത്തെ പാർട്ടി നേതൃത്വം ആകെ തന്നെ നമ്മുടെ ജില്ലയിലെ പാർട്ടി ആകെ നേതൃത്വത്തിൽ നിന്നു. ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം മണിയാശാനെ നാട് കടത്തിയോടുകൂടി ജില്ലയിലെ പാർട്ടി വലിയ തകർച്ചയിലേക്ക് പോവുകയാണ് എന്ന പ്രചാരവേലയാണ് ഉയർത്തിക്കൊണ്ടത്. പക്ഷെ എന്താ ചെയ്തത്? ആ പ്രചരണങ്ങളെല്ലാം നേരിട്ട് വളരെ ശക്തിയായ നിലപാട് സ്വീകരിച്ച് കോടതി വിധിയുടെ ഭാഗമായി 85 ദിവസം കഴിഞ്ഞ് ഇവിടെ മണിയാശാൻ തിരിച്ചു വരുമ്പോൾ ഇടുക്കി ജില്ലയിലെ പാർട്ടി ഒരു ഫിനീഷ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റു. അക്ഷരാർത്ഥത്തിൽ ഫിനീഷ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ മണിയാശാനെ ഇങ്ങോട്ടുള്ള വരവേൽപ്പ് സ്വീകരണ പരിപാടിയോട് കൂടി ഈ ജില്ലയിലെ പാർട്ടിയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുന്ന സംഘടനാ പാടവത്തിൻ്റെ നേതൃത്വമായി ജയചന്ദ്രൻ സാറിന് മാറാൻ പറ്റി. 2000 പതിറ്റാണ്ടുകളായി UDFൻ്റെ കൈവശമിരുന്ന മണ്ഡലം 2006 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തിരിച്ചു പിടിച്ചത് ജയചന്ദ്രൻ സഖാവ് സ്ഥാനാർത്ഥിയെ വരുന്നതോടുകൂടിയാണ്. 3 ടേം തുടർന്നു. ആ തുടർന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൻ്റെ വികസനത്തിനുള്ള അടിത്തറ പാകി, തറക്കല്ലിട്ട് അടിത്തറ പാകി. ആ അടിത്തറ പാകി അതിൻ്റെ ഭാഗമായി വന്നു. അതിനുശേഷം 2016 ആയപ്പോൾ മണിയാശാൻ വന്നു. മണിയാശാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? മണിയാശാൻ അതിൻ്റെ ഭാഗമായി അതിനെ വികസനപരമായിട്ടുള്ള യാഥാർത്ഥ്യം എത്തിച്ചു. മണിയാശാൻ തന്നെ മണിയാശാൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ടായി. മന്ത്രിയായപ്പോൾ എങ്ങനെയാണ് ഒരു മന്ത്രി ജനകീയ മന്ത്രി ഉണ്ടായി. അതുകൊണ്ട് ആ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേർതിരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ CPMനകത്ത് അഭിപ്രായ വ്യത്യാസം, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഏകണ്ഠമായി തീരുമാനിച്ചു. ഞാൻ പറയുന്നത് 105 നിയോജകമണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു, 158 ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു, 1003 ബൂത്ത് 1076 ബൂത്തുകളിലും ഈ ഇവരുടെ ജയചന്ദ്രൻ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തു. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. പിന്നെ മാധ്യമങ്ങളിങ്ങനെ ഓരോ പ്രചരണം നടത്തുന്നതിന് പിന്നിലൊന്നും ഒരു അടിസ്ഥാനമില്ല. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയചന്ദ്രൻ സഖാവ് ജയിക്കും, രാജ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും, ഇവിടെ റോഷി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. ഇപ്പം CPIക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ലേ? അവിടെ CPIക്കകത്ത് അഭിപ്രായത്തിൽ ഒരു തർക്കവും വേണ്ട. അവിടെ ഉടുപ്പിച്ചോര പീരുമേട് മണ്ഡലത്തിൽ ജയിക്കും. മറ്റു കാര്യം എന്താ? UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പം യഥാർത്ഥത്തിൽ ആരാണെന്ന് ഇവരെ ചിത്രം പുറത്ത് വന്നിട്ടില്ല. അപ്പം നമുക്കതൊന്നും ആശങ്കയൊന്നുമില്ല. നല്ല പോലെ പ്രവർത്തനം നടത്തും. ഈ പറയുന്ന പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. തോട്ടത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് വന്ന ജയചന്ദ്രൻ സഖാവൊക്കെ ഈ പാർട്ടിയുടെ ഭാഗമാണ്. നമ്മുടെ സഹാക്കൾക്കൊന്നുമില്ല. വണ്ടേ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ പോയില്ലേ, മൂന്നാർ. രാജേന്ദ്രൻ ഈ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നേടിയിട്ടുള്ള ആളായിരുന്നു. രാജേന്ദ്രൻ അങ്ങോട്ട് ചെന്നതിൻ്റെ ഭാഗമായി നൂറുകണക്കിന് BJPക്കാർ ഇങ്ങോട്ട് ഞാൻ എല്ലാവരും സ്വീകരിച്ചല്ലോ. ഇന്നലെ സ്വീകരിച്ചില്ലേ? BJPയുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ മത്സരിച്ചവരുൾപ്പെടെ നമ്മുടെ അടുത്ത് CPMലേക്ക് വന്നു. അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉടുമ്പൻചോല മണ്ഡലത്തിൽ അത്രയുള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല.